ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ തമ്പനെയിൽ കാണുന്ന പോലെ തന്നെയാണ് LPUP റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയ എല്ലാവർക്കും അവിടെ ജോലി ലഭിക്കുമോ, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് നമ്മൾ തമ്പനെയിൽ. അപ്പോൾ ഞാൻ ഇപ്പം പറയുന്നത് അത് തന്നെയാണ്. LPUP എക്സാം കഴിഞ്ഞു, ഇത്രയുമായി ഇപ്പം ലിസ്റ്റും ഏകദേശം ആയിട്ട് പോലും ഒരു നിയമനങ്ങളും നടക്കുന്നില്ല അല്ലേ. 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും അവിടെ ജോലി കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി ഒരുപാട് സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ഒരു ജോലിയും ഓരോ ജില്ലകളിൽ ഒന്നും അറിയാമെന്ന് വെച്ചല്ലാതെ ചില ജില്ലകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു നിയമനം നടക്കാത്ത അവസ്ഥയിലേക്കാണ് അല്ലേ. അപ്പോൾ വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് പഠിച്ച് അല്ലേ ഈ LPUPക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് അവരുടെ കുടുംബങ്ങളെ മാറ്റി നിർത്തി അവരുടെ സന്തോഷങ്ങളും അല്ലെ അവരുടെ സുഖങ്ങളും എല്ലാം അവരെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി എഫേർട്ട് എടുത്ത് രാവും പകലും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ട് പോലും അവർക്ക് ഒന്നും അവരെ സ്വപ്നം തന്നെ അസ്തമിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ജോലി അല്ലെ ജോലി എന്നത് നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ട് പോലും അവിടെ ജോലി നമുക്ക് ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. മുമ്പ് എങ്ങനെയാണ്, ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഏതെങ്കിലും ഒരു അറ്റത്ത് കിട്ടിയാൽ എന്ത് ചെയ്യും, അവിടെ നമുക്ക് നിയമനം നടക്കുമ്പോൾ എന്തായാലും ജോലി കിട്ടും, ലിസ്റ്റ് കട്ടാകുമ്പോഴേക്കും നമുക്ക് ജോലി കിട്ടും. ഇപ്പം അങ്ങനെയല്ല, ജോലി 100ന്റെ ഉള്ളിലല്ല 10ാം റാങ്കിനുള്ളിൽ കിട്ടിയിട്ട് പോലും ജോലി കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ് അല്ലേ. 3 വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും നിയമനം നടക്കും, ഉറപ്പായി നടക്കും അല്ലേ, കുറച്ചെങ്കിലും. അപ്പം 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ നിയമനം നടക്കണമെങ്കിലും നമ്മൾ ആദ്യത്തെ ഒരു 50ന്റെ ഉള്ളിലോ ഒരു 100ന്റെ ഉള്ളിലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അല്ലെ ഒരു 90% പ്രതീക്ഷ അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 200, 300, 400 ഒന്നും റാങ്ക് ലിസ്റ്റിലേക്ക് ഏതെങ്കിലും അറ്റത്ത് വിട്ട് ജോലി കിട്ടുന്ന യാതൊരു പ്രതീക്ഷയും വേണ്ട. അപ്പം ഇതിൽ നിന്ന് ഞാൻ എന്താ പറഞ്ഞു വരുന്നു പറഞ്ഞാൽ, നമ്മളുടെ മുന്നിൽ LPUP എന്ന മാത്രമല്ല പരീക്ഷ. നമുക്കറിയാം, നിങ്ങൾ കേട്ടറ്റ് ആണെങ്കിലും TTC ആണെങ്കിലും BEd ഒക്കെ ഫോക്കസ് ചെയ്ത് ഈ ഗവൺമെൻറ് സ്കൂൾ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാകാൻ വേണ്ടി ആ ഒരു സ്വപ്നമാണ്, നമ്മുടെ പാഷനാണ് നമ്മുടെ ജോലി അല്ലേ. പക്ഷേ ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പോലും ഒരുപാട് വരാനിരിക്കുന്ന PSC പരീക്ഷകളുണ്ട് അല്ലേ, ഒരുപാട് എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ PSC പരീക്ഷകൾക്കും കൂടി ഫോക്കസ് ചെയ്ത് അതിൻ്റെ സിലബസും എന്താണ് മനസ്സിലാക്കി, ഏകദേശം LPUPയുടെയും PSCയുടെ സിലബസ് ഒക്കെ ഏകദേശം ഒരു 90%-ഓളം സെയിം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ പഠിച്ച് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിലേക്ക്, അതും ഏതെങ്കിലും ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അറ്റത്തല്ല പറയുന്നത്, നല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ നോക്കുക. ഈ 3 വർഷത്തിനുള്ളിൽ ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നു ഒരു നിയമനം നടക്കുമെന്ന് പറയുന്നില്ല, കുറച്ച് നിയമനമെങ്കിലും നടക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ 50ന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 100ന്റെ ഉള്ളിൽ കിട്ടിയാൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുകയുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ ഏകദേശം ലിസ്റ്റിന്റെ പകുതിയോളം കഴിഞ്ഞു പോയിട്ടും ഒന്നോ അറിയോ ജില്ലകളിൽ മാത്രം നിയമനം നടന്നിട്ടുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ ഈ ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ 100ന്റെ ഉള്ളിലെങ്കിലും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ ഏത് PSC പരീക്ഷ ആയിക്കോട്ടെ LPUP ആയിക്കോട്ടെ പഠിക്കുമ്പോൾ ആദ്യത്തെ 25ന്റെ ഉള്ളിലെങ്കിലും നമ്മൾ കയറിപ്പറ്റാൻ മാക്സിമം നോക്കുക. എന്നാൽ മാത്രമേ ആ ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നു നമുക്കൊരു ജോലി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എല്ലാ പരീക്ഷകളും ഒരുപാട് പരീക്ഷകൾ വിളിക്കുന്നുണ്ട്, അതിലെല്ലാം ഫോക്കസ് ചെയ്യുക. LPUPയിലേക്ക് മാത്രം ഒതുങ്ങി പോവാതെ മറ്റു PSC പരീക്ഷകളിലും കൂടി ഫോക്കസ് ചെയ്യുക. ആ പരീക്ഷയിൽ നമുക്ക് ആ ഒരു PSC പരീക്ഷ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് നമ്മുടെ പാഷനായ LPUPക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാം. ലാസ്റ്റ് ഇത് മാത്രം ഫോക്കസ് ചെയ്ത് ഏതും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആരും മാറരുത്. പഴയ പോലെയൊന്നും അല്ല PSCയിലെ. എങ്ങനെയാണ് മുമ്പ് എന്ന് പറയുമ്പോൾ ലിസ്റ്റിലേക്ക് ഏതെങ്കിലും അറ്റത്ത് വന്നേ നമുക്ക് ജോലി അവിടെ ഉറപ്പാണ്, എന്തായാലും എടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല, 50നുള്ളിൽ എടുക്കുന്നതിന് കഷ്ടിച്ച് എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഒരുപാട് പേര് എഫേർട്ട് എടുത്ത് വർഷങ്ങളോളം എഫേർട്ട് എടുത്ത് ഇന്ന് പഠിക്കുന്നവരുണ്ട്, പുതിയതായി കയറി വരുന്നവരുണ്ട്, അതുപോലെ തന്നെ PSC മാത്രം സ്വപ്നം കൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. കുറേ കാറ്റഗറിയാണ് അല്ലേ, ചില ടൈം പാസിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കുറേ കാറ്റഗറി ഉണ്ട്. നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ ആവശ്യം, നമ്മളുടെ ഭാവിയാണ് സുരക്ഷിതമാക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും മുന്നിൽ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തിപ്പെടുക. നന്നായി പഠിക്കുക. PSC ഒക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്താണ് സിലബസ് അത് മനസ്സിലാക്കി PSC ഓരോ പരീക്ഷകൾക്കും വ്യക്തമായിട്ട് സിലബസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാക്സിമം പരന്ന വായനയും
അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്ത കാര്യമാണ്. കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട്. നമുക്ക് പിന്നിലുള്ളവർ ഇരിക്കുകയും മുന്നിലുള്ളവർ നന്നായി പഠിച്ച് കയറിപ്പോകും നമുക്ക് വല്ലാത്ത സങ്കടം തന്നെയാണ് അല്ലേ. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും മുന്നിലുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എൻ്റെ ടാർഗറ്റ് ഒരു 10ൻ്റെ ഉള്ളിലാണ് എന്ന് തീരുമാനിച്ച് പഠിക്കുക. എന്നാൽ മാത്രമേ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്ന നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോവുക, നന്നായി പഠിക്കുക, ആവശ്യം നമ്മുടെയാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക.